നമസ്കാരം. ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ലഞ്ചിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ സോഫ്റ്റായ ടേസ്റ്റിയായ ഉണക്കലരി ദോശ. ഉണക്കലരി ദോശ തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ അരി നമുക്കൊരു 3-4 പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കേണ്ടതുണ്ട്. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. നമ്മൾ കുതിർത്തെടുത്ത അരിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ആ വെള്ളമെല്ലാം ഒന്ന് മാറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. ചോറ് നമ്മൾ അന്നു ഉപയോഗിക്കുന്ന ചോറ് എടുത്താൽ മതിയാവും. ഒരു 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം അരിയും തേങ്ങയും ചോറും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അത് അരയ്ക്കാൻ നേരം നമുക്ക് ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കാൻ പാടില്ല. അരയാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുകയും വേണം. 2 പ്രാവശ്യത്തിലാണ് ഞാനിതിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും വെള്ളമേ ആകാവൂ. ഒത്തിരി അങ്ങ് വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതുപോലെ ഞാൻ 2 പ്രാവശ്യമായിട്ട് ആ അരി മുഴുവനും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാനായി ഞാനൊരല്പം ഈസ്റ്റ് കൂടെ എടുക്കുന്നുണ്ട്. ഈസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഈസ്റ്റ് ചേർത്താൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരല്പം ചൂടുള്ള വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ഒന്ന് കലക്കി വെച്ചതിന് ശേഷം നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിത് ചേർത്തില്ലെങ്കിലും തന്നെയും മാവ് നല്ലവണ്ണം പൊങ്ങി കിട്ടും. കാരണം നമ്മൾ അരിയും തേങ്ങയും ചോറും ഒക്കെ കൂടെ അരച്ചതല്ലേ, അതുകൊണ്ട് അത് പൊങ്ങി വരും, നല്ലവണ്ണം പൊങ്ങി വരും. എന്നിരുന്നാലും ഈസ്റ്റ് കൂടെ ചേർക്കാമെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഇതായത് കണ്ടോ, നല്ലവണ്ണം ഇപ്പം തന്നെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒന്ന് നല്ലവണ്ണം ഒന്ന് കലക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആ എടുത്തു വച്ചിരുന്ന ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിപ്പോൾ വൈകുന്നേരമാണ് ഇത് അരച്ച് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ രാത്രി മുഴുവൻ വെച്ചിരുന്നിട്ട് രാവിലെയാണിത് ചുടാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് അത്ര 7-8 മണിക്കൂറോളം എനിക്കിത് അങ്ങനെ വച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ അരച്ചെടുക്കുന്നെങ്കിൽ രാവിലെ അരച്ച് വെച്ചാൽ വൈകിട്ട് നമുക്ക് ചുടാനായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ 7-8 മണിക്കൂർ വെച്ചിരുന്നത് രാവിലെ എടുത്തപ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ നമുക്ക് ആ മാവ് നല്ലവണ്ണം പൊങ്ങി സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു അല്പം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും കുറവായിട്ടാണ് ചേർക്കുന്നത്. അരി കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതനുസരിച്ച് ഞാൻ ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂണിലും കുറവ് സോഡാപ്പൊടി, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതനുസരിച്ച് ചേർത്തുകൊള്ളുക. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും പഞ്ചസാരയും സോഡാപ്പൊടിയും എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. നമുക്ക് ആ പഞ്ചസാരയും ഉപ്പും എല്ലാം നല്ലവണ്ണം ഒന്ന് കലങ്ങി കിട്ടണം. ഒരു 1-2 മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത ശേഷം വീണ്ടും നമുക്കൊരു അരമണിക്കൂറോടെ ഒന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ കുറച്ചുകൂടെ മാവ് നല്ലവണ്ണം ഒന്ന് പൊങ്ങിക്കിട്ടും. ഞാനിവിടെ ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഈ മാവ് ഈ ഇത്രയും ഇതിൽ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ അത് നല്ലവണ്ണം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണക്കലരി ദോശ ചുട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു ദോശക്കല്ലിൽ അല്പം എണ്ണ തടവി വെച്ചിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെച്ചോളൂ. ചൂടായ കല്ലിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം.
ദോശ പരത്തുന്ന പോലെ പരത്തണ്ട ഇത്. മാവ് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇത് കണ്ട നല്ല ഹോളൊക്കെ വീണ് നല്ല പരുവത്തിനുമായിട്ടുണ്ട് അത് മാവ്. ഇത് നമുക്കൊരു അടച്ച് വെച്ചൊരു 2-3 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇതിലേക്കുള്ള കൂട്ടുകറിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. ഞാനിന്ന് അപ്പത്തിന് കൂട്ടുകറിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ദോശ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല പാകത്തിന് നല്ല ഹോളെല്ലാം വീണ് നല്ല സോഫ്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെച്ചിരിക്കുന്നുണ്ട്, അടിയിൽ കരിഞ്ഞിട്ടൊന്നുമില്ല. കണ്ടോ, ഇതുപോലെ നല്ലതായിട്ട് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റോളം മതിയാവും. നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. തീ എപ്പോഴും കുറച്ച് തന്നെ വെച്ചുകൊള്ളുക. അപ്പോൾ സോഫ്റ്റായ ടേസ്റ്റിയായ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ ആ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ബാക്കി മാവും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. വളരെ സോഫ്റ്റായ നമ്മുടെ ഉണക്കലരി ദോശ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എടുത്ത് നോക്കുമ്പോൾ തന്നെ കണ്ടോ, എടുക്കുമ്പോഴേ അറിയാം എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. നമുക്കൊന്നിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് കണ്ടോ, അത് മുറിക്കുന്നത് എന്ത് പെട്ടെന്ന് ഇത് മുറിഞ്ഞ് വരുന്നു നോക്കിക്കേ. അത്രയ്ക്കും സോഫ്റ്റാണ് ഈ ദോശ. ഇപ്പം നമ്മുടെ ഉണക്കലരി ദോശയുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാൽ ഒത്തിരി ചേർത്ത് തയ്യാറാക്കിയ കൂട്ടുകറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇറച്ചിക്കറിയും അല്ലെങ്കിൽ സ്റ്റൂവോ ഇതൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും പഞ്ചസാര കൂട്ടി കഴിക്കാനും വളരെ ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഈ ഉണക്കലരി ദോശ ഒന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസും അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്.